4.5 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും കാലം യശ് എന്തിനാണ് മാറ്റിവെച്ചത്? ടോക്സിക് ട്രെയിലർ വന്നതോടെ സിനിമയെ കുറിച്ചുള്ള ഹൈപ്പ് വേറെ ലെവലാണ്. പക്ഷേ ഇപ്പോൾ നയൻതാര പറഞ്ഞൊരു കാര്യം കേൾക്കുമ്പോൾ ഈ സിനിമയ്ക്ക് പിന്നെ നമ്മൾ കണ്ടതിനും വലിയൊരു സ്റ്റോറി ഉണ്ടെന്ന് തോന്നുന്നു. ടോക്സിക് ഒരു സാധാരണ യശ് മൂവിയല്ല. ഈ സിനിമയുടെ ജേണി ഏകദേശം 4.5 വർഷത്തോളം നീണ്ടു. ആ സമയത്ത് യശ് സിനിമയുടെ മേക്കിങ്ങിലും ക്യാരക്ടറിലും വിഷനിലും വളരെ ഡീപ്ലി ഇൻവോൾവ് ആയിരുന്നു. അതുകൊണ്ടാണ് നയൻതാര ഇപ്പോൾ യശിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത്. നയൻതാര പറയുന്നത് ഈ സിനിമയുടെ ജേണിക്കിടെ യശ് ഫാമിലിക്കൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട പ്രഷ്യസ് ടൈം പോലും സാക്രിഫൈസ് ചെയ്തിരുന്നു എന്നാണ്. ഒരു വലിയ പാൻ ഇന്ത്യൻ സിനിമ ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് മാത്രമല്ല, പ്രിപ്പറേഷൻ, ഡിലേസ്, റീഷൂട്ട്സ്, ക്യാരക്ടർ വർക്ക് ഇതെല്ലാം കൂടി വർഷങ്ങളോളം നീണ്ടുപോകും. അപ്പോൾ ഈ 4.5 വർഷം ഒരു സിനിമയുടെ മേക്കിംഗ് മാത്രമല്ല, ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് കൂടിയായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, ഇത് KGF 3 അല്ല. റോക്കി ബായിയുടെ സെയിം ടെംപ്ലേറ്റ് ഇവിടെ കാണുന്നില്ല. ഗീതു മോഹൻദാസ് ആണ് ഡയറക്ടർ. അതുകൊണ്ട് യശിന്റെ സ്റ്റാർ പവറിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഡാർക്കർ, സ്റ്റൈലിഷ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ടോക്സിക് ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. അതുപോലെ ട്രെയിലർ ലോഞ്ചിൽ യശ് കിയാര അദ്വാനിയെ ഡിഫെൻഡ് ചെയ്യുകയും പ്രൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. കിയാര ഈ സിനിമയുടെ വിഷനോട് പൂർണ്ണമായി കമ്മിറ്റ് ചെയ്തുവെന്നാണ് യശ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഈ സിനിമയിലെ ഓരോ ക്യാരക്ടറിനും പിന്നിൽ വലിയ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. എന്റെ ഒപ്പീനിയൻ ചോദിച്ചാൽ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ യശ് ഒരു കംപ്ലീറ്റ്ലി ന്യൂ സോണിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഫൈനൽ ജഡ്ജ്മെന്റ് തിയേറ്ററിൽ തന്നെ. ടോക്സിക് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? യെസ് ആണെങ്കിൽ കമന്റ് ചെയ്യൂ #ടോക്സിക്. ഇത്തരം ലേറ്റസ്റ്റ് സിനിമ അപ്ഡേറ്റ്സിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.